മഞ്ഞു പെയ്യുന്ന മൂന്നാറിന്റെ മലമടക്കുകൾക്കിടയിൽ മെല്ലെ വീശുന്ന തണുത്ത കാറ്റേറ്റ് കാഴ്ചയുടെ വിസ്മയങ്ങൾ ആസ്വദിക്കാൻ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസ്സിലാവാം ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ വർഷം ഫെബ്രുവരി 8 മുതലാണ് മൂന്നാറിന്റെ വിരിമാറിലൂടെ ദൃശ്യവിരുന്നൊരുക്കി റോഡ് കീഴടക്കി പ്രൗഢിയോടെ കടന്നുവരുന്ന ഈ ഡബിൾ ടെക്കർ ബസ് വിനോദസഞ്ചാരികൾക്കായി നിരത്തിലിറക്കിയത്. ഏറെ ആഗ്രഹിച്ച ഈ രാജകീയ യാത്രക്കായി ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്തിരുന്നു. സ്ഥിരം സാരഥിയായ ജൂപ്പിറ്ററിൽ രാവിലെ 3:30 മണിക്ക് ആലപ്പുഴയിൽ വീട്ടിൽ നിന്നിറങ്ങി. ഏകദേശം 7:30 മൂന്നാർ ടൗണിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് 8:30 തന്നെ മൂന്നാർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് പോകാനുള്ള ഡബിൾ ടെക്കർ ബസ് തയ്യാറായി ഇവിടെ കിടപ്പുണ്ട്. ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് പുറമെ യാത്രയ്ക്ക് 1 മണിക്കൂർ മുമ്പ് നമുക്ക് സ്റ്റാൻഡിൽ വന്ന് ടിക്കറ്റ് നേരിട്ട് വാങ്ങാവുന്നതുമാണ്. അപ്പർ സീറ്റിന് 400 രൂപയും ലോവർ സീറ്റിന് 200 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ദിവസേന 3 ട്രിപ്പുകളാണുള്ളത്. ഒരു ട്രിപ്പ് 3 മണിക്കൂറോളം നീളും. രാവിലെ 9 മണിക്കും 12:30ക്കും വൈകിട്ട് 4 മണിക്കുമാണ് ട്രിപ്പുകൾ നടക്കുന്നത്. ഒരു ട്രിപ്പിൽ പരമാവധി 50 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. മുകൾ നിലയിൽ 38 സീറ്റുകളും താഴെ 12 സീറ്റുകളുമാണ് ഉള്ളത്. സീറ്റുകളെല്ലാം തന്നെ യാത്രക്കാരാൽ നിറഞ്ഞു. കൃത്യം 9 മണിക്ക് ബസ് പുറപ്പെടും. നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ബസ് മൂന്നാർ സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പറ്റുന്ന നിലയിൽ സുതാര്യമായ ഗ്ലാസുകൾ കൊണ്ട് പൊതിഞ്ഞതാണ് അപ്പർ സീറ്റർ. 4 വശങ്ങളിലും കാഴ്ചകൾ. മുകളിലേക്ക് നോക്കിയാൽ ആകാശ കാഴ്ചകൾ. എവിടേക്ക് നോക്കിയാലും മറയില്ലാതെ നമുക്ക് മൂന്നാറിനെ കാണാം. യാത്ര തുടങ്ങുമ്പോൾ തന്നെ ടിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അടിമാലി സ്വദേശിയായ ബെന്നിച്ചേട്ടനാണ് നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ. വളരെ സൗഹാർദ്ദമായിട്ടാണ് അദ്ദേഹം യാത്രക്കാരോടെല്ലാം ഇടപഴകുന്നത്. ഓരോ കാഴ്ചയെ സംബന്ധിച്ചും ചെറിയ ചെറിയ വിവരണങ്ങൾ അദ്ദേഹം യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. മൂന്നാറിൻ്റെ ഭംഗിയും പ്രധാന ആകർഷണീയതയുമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് കൂടുതലും നമ്മളുടെ ബസ് സഞ്ചരിക്കുന്നത്. നമുക്ക് യാത്ര നല്ലതുപോലെ ആസ്വദിക്കാവുന്ന നിലയിൽ വളരെ സാവധാനത്തിലാണ് ബസ് മുന്നോട്ട് പോകുന്നത്. പ്രധാന വ്യൂ പോയിന്റുകളിൽ ബസ് നിർത്തും. യാത്രക്കാർക്ക് ഇറങ്ങി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സമയം ലഭിക്കും. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്ന ഈ വ്യൂ പോയിന്റ് ഇഡലിക്കുന്നുകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുന്നുകൾക്ക് ഇഡലിയുടെ ഷേപ്പാണ്. കണ്ണൻ ദേവൻ തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ തോട്ടങ്ങളിൽ നിന്നാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പെന്നിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. പ്രകൃതിയുടെ കാഴ്ചകളോടൊപ്പം ബസ്സിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോകൾ എടുക്കുന്നതിനുമുള്ള തിരക്കും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് അടുത്ത വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര തുടരുകയാണ്. വഴിയരികിൽ ഇടതൂർന്നു നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ, കാടിൻ്റെ കാണാ കാഴ്ചകൾ. നമ്മൾ 2ാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചൊക്രമുടി. നമ്മുടെ ഈ യാത്ര നടക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ്. മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആനയിറങ്കൽ ഡാം വരെയാണ് നമ്മളുടെ യാത്ര. പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾ, നോക്കെത്താ ദൂരത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന മലനിരകൾ, മലയിറങ്ങി വരുന്ന മേഘക്കൂട്ടങ്ങൾ. ഈ യാത്ര ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. ഭീമാകാരനായ ഈ വലിയ പാറക്കെട്ടിന് നടുവിൽ കാണുന്ന ഈ ഗുഹയുടെ പേരാണ് മലയിൽ കള്ളൻ കേവ്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന വീതിയാണ് ഈ ഗുഹയിലേക്കുള്ള കവാടത്തിനുള്ളത്. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം കേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആസക്തിയാണ്. ഉള്ളിൽ വിശാലമായൊരു ഗുഹയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കയറിയതെങ്കിലും വളരെ ഇടുങ്ങിയ ഒരു പ്രദേശം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. വളരെ ചെറിയൊരു ഗുഹയാണെങ്കിലും ഇതിനുള്ളിലെ ഇരുട്ട് വല്ലാത്തൊരു നിഗൂഢത പരത്തുന്നതാണ്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് മൂന്നാറിലുള്ളത്. ഒരു തവണ പോയാലൊന്നും ഒരിക്കലും മൂന്നാർ കണ്ടു തീർക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സ്വന്തം വാഹനത്തിലല്ല പോകുന്നതെങ്കിൽ. ഓരോ ദിശയിലേക്ക് തിരിഞ്ഞാലും കണ്ടുവരാൻ ഒത്തിരി സ്ഥലങ്ങളും കാഴ്ചകളും മൂന്നാറിലുണ്ട്. നമ്മുടെ ബസ് അങ്ങനെ നമ്മുടെ അവസാന ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കാണുന്നതാണ്
ആനയിറങ്കൽ ഡാം വ്യൂ പോയിന്റ്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഈ കാണുന്നത് ഓറഞ്ച് മരങ്ങളാണ്. അങ്ങകലെ ആ കാണുന്ന മേഘക്കൂട്ടങ്ങൾക്കിടയിൽ കാണുന്നതാവട്ടെ കൊളുക്കുമലയും. ബസ് നിർത്തുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ കടകളും ലഘുഭക്ഷണങ്ങളും ഒക്കെ ലഭ്യമാണ്. യാത്ര ചെയ്യുമ്പോഴും ഓരോ പോയിന്റുകളിൽ ഇറങ്ങുമ്പോഴുമൊക്കെ നമുക്ക് യാതൊരു ധൃതിയും തിടുക്കവുമില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. തിരികെ പോകാൻ ബസ് ജീവനക്കാർ ഒരിക്കൽ പോലും ധൃതി കൂട്ടിയില്ല എന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. യാത്രികരുടെ ആസ്വാദനത്തെ മാനിച്ച് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും അവരുടെ വഴിക്ക് സ്വതന്ത്രമായി വിട്ടുതന്നിരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. മൂന്നാറിൽ വന്ന് എങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകണമെന്ന ആശങ്കയുള്ളവർക്കും വ്യത്യസ്തമായ യാത്രാനുഭവം തേടുന്നവർക്കും റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം. അതുമാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ മൂന്നാറിൻ്റെ പ്രധാന കാഴ്ചകളെല്ലാം ഒരു റോഡ് ട്രിപ്പിൽ എന്ന പോലെ ആസ്വദിക്കാനും നമുക്ക് കഴിയും.